Hi everyone, hope you are all fine and safe at home. My name is Binu and welcome back to the amazing world of BMC English. Today, in this lesson, I am going to teach you how to make positive sentences in the past continuous tense. അതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പ്രധാനമായിട്ടും പരിശീലിച്ചിരുന്നത് സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്നതൊക്കെയായിരുന്നു. ഓർക്കുമല്ലോ? ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം പ്രധാനമായിട്ടും പരിശീലിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. The past continuous tense is used to express an action which was going on at some time in the past. അതായത് കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു, നടക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നാം പ്രധാനമായിട്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നാം ഇങ്ങനെയൊക്കെ പറയാറില്ലേ, അവൾ പത്രം വായിക്കുകയായിരുന്നു, അവൻ TV കാണുകയായിരുന്നു, ഞാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ഫോമാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ സ്ട്രക്ചറാണ്. എങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസുകൾ നിർമ്മിക്കാം. ഈ സ്ട്രക്ചർ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, എന്താണത്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതിൽ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് അഥവാ ഓക്സിലറി ഫോം വാസ് വെയർ എന്നതാണ്. എന്താണ് വാസ് വെയർ എന്ന് പറയുന്നത്? ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി അല്ലേ? വാസിൻ്റെയും വെയറിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, ആയിരുന്നു. എന്നാൽ വാസ് വെയർ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റ് അഥവാ സിംഗുലർ നൗൺസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തുപയോഗിക്കണം? വാസ് പ്ലസ് ING ഉപയോഗിക്കുക. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോഴേ എന്തുപയോഗിക്കുക? വെയർ പ്ലസ് ING ഉപയോഗിക്കുക. ഇത്രയും മനസ്സിലായല്ലോ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. I was, he was, she was, it was, Ravi was, you were, they were, we were. ഇതിൻ്റെ കൂടെ ING രൂപം കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ധാരാളം സെൻറ്റൻസുകളൊന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ സെൻറ്റൻസുകൾ നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, ലെറ്റ് മീ ബിഗിൻ. Let me give you the first example. അതായത് ഒരിക്കൽ കൂടി പറയുന്നു, പാസ്റ്റിൽ ഒരു പ്രവൃത്തി അങ്ങനെ ചെയ്യുകയായിരുന്നു, നടക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, let me give you the first example. Look at this sentence. I was reading a book. ഞാൻ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. ഇവിടെ I എന്ന് പറയുന്ന അല്ലേ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? വാസ് പ്ലസ് ING അല്ലേ? ഇവിടെ നമുക്ക് ഒരിക്കലും വേർ ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം I എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത്? വാസ് അല്ലേ? അതിൻ്റെ കൂടെ ING. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. The next one, she was singing a song. അവൾ ഒരു പാട്ട് പാടുകയായിരുന്നു. ഓക്കെ, ഷീ വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ വാസ് ഉപയോഗിച്ചു പ്ലസ് ING. The next one, let me write here they. they വന്നു കഴിഞ്ഞാൽ എന്താണ് ഉപയോഗിക്കുക? വാസാണോ വേറാണോ എന്ന് പറഞ്ഞേ? തീർച്ചയായിട്ടും they were playing cricket. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? The next one, we were watching TV. ഞങ്ങൾ TV കാണുകയായിരുന്നു. The next one, it was eating grass. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ എവിടെയാണ് വാസ് ഉപയോഗിക്കുന്നത്? എവിടെയാണ്
വേർ ഉപയോഗിക്കുന്നതെന്ന് കുറച്ചും കൂടെ എക്സാമ്പിൾസ് പരിചയപ്പെട്ടേക്കാം. ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് ഈസി ആയിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഓക്കെ, ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു ടെൻസ് ഫോമാണ്. അപ്പം എല്ലാവരും വ്യക്തമായിട്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, പരിശീലിക്കുക. Let me give you the next example. They were cooking food. അവർ ഫുഡ് പാചകം ചെയ്യുകയായിരുന്നു അല്ലേ, were. The next one, I was waiting for the result. ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ, was waiting. The next one, she was cleaning the room. അവൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. ഓക്കെ, the next one, we were enjoying the party. ഞങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യുകയായിരുന്നു. ഓക്കെ, we were, she was എന്നൊക്കെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുകൂടാതെ ഇവയോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഭൂതകാലത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പ്രവൃത്തി വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാറുണ്ട്. അവയൊന്ന് പരിചയപ്പെട്ടേക്കാം. വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തി തരുന്നത്. ഓക്കെ, എക്സാമ്പിൾസിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. എല്ലാവരും ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BMCയിലൂടെയുള്ള ഈ പഠനത്തെ ഒരു യാത്രയായിട്ട് തന്നെ കണക്കാക്കാം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, പരിശീലിക്കേണ്ടതുണ്ട്. ഓക്കെ, let me give you the example for that. When I saw him, he was watching TV. Look at this example. അതായത് ഞാൻ പറഞ്ഞത്, ഒരു പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസിൽ, അതായത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രവൃത്തി വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യുമ്പോൾ നാം ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിട്ടും ഇനി എന്താണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടും ഉപയോഗിക്കുന്നു. അതായത് പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഒന്നിച്ച് ഉപയോഗിക്കാറുണ്ട്. അവയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം കൂടെ ഉൾപ്പെടുത്തി തരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താണ്, വെൻ ഐ സോ ഹിം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, വ്യക്തമാക്കി മനസ്സിലാക്കുക. ഇനി ഹി വാസ് വാച്ചിങ് TV എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഭൂതകാലത്ത് അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രവൃത്തി ഇടയ്ക്ക് സംഭവിക്കുന്നതിന് നമ്മൾ ഈ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വെൻ ഹി came, she was playing chess. അവൻ വന്നപ്പോൾ അവൾ ചെസ് കളിക്കുകയായിരുന്നു. നോക്കിക്കേ, ഇവിടെ വെൻ ഹി കെയിം എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ പാസ്റ്റ് അല്ലേ, സിമ്പിൾ പാസ്റ്റ്. ദെൻ ഷി വാസ് പ്ലേയിങ് ചെസ് എന്ന് പറയുന്നതോ, ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണിത് അല്ലേ, അതെന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? പാസ്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. കുറച്ചും കൂടെ എക്സാമ്പിൾസ് തന്നേക്കാം. വെൻ ഫാദർ കെയിം he was sleeping. അച്ഛൻ വന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഈ സ്ട്രക്ചർ മനസ്സിലാവുന്നില്ലേ? ഇവിടെ എന്താണ്,
വെൻ ഫാദർ കെയിം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ്. ഹി വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഒരിക്കൽ കൂടെ പറയുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്, എന്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസിൽ. ഇനി ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തെ പിന്നെ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ്. ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ദ നെക്സ്റ്റ് വൺ, when the bell rang, he was reading a book. ബെൽ അടിച്ചപ്പോൾ അവൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഇങ്ങനെ അങ്ങ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, പരിശീലിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് ക്ലാസ്, പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. I'll be back soon with another lesson. Till then, bye.